എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഒർഹിബയും അവളുടെ കുഞ്ഞു കുഞ്ഞു സോൾസും അവരെല്ലാവരും ചേർന്ന് ഒർഹിബയുടെ ബോഡിയിലെ പരിക്കുകൾ അതങ്ങനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ അവന്റെ ടെൻഷൻ അത് കൂടി കൂടി വരും. അത് കണ്ട ഒരു സോള് അവൾ കണ്ണാടിപ്പയ്യനെ സമാധാനിപ്പിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എത്രയും വേഗം ഈ മുറിവുകൾ അതെല്ലാം തന്നെ ഞങ്ങൾ ഹീൽ ചെയ്യാം, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമൽ ആവുമെന്ന് പറയും. അതിനുശേഷം അവർ അല്പസമയം കൊണ്ട് തന്നെ ഒർഹിബയുടെ ബോഡിയിലുള്ള മുറിവുകളെല്ലാം തന്നെ ഹീൽ ചെയ്യും. പിന്നീട് അവർ രണ്ടുപേരും ആ സോൾ റിപ്പേഴ്സിന്റെ വേഷത്തിൽ പുറത്തേക്ക് വരികയാണ്. അവരുടെ ലക്ഷ്യം എത്രയും വേഗം എങ്ങനെയെങ്കിലും റുക്കയെ കണ്ടെത്തുക എന്നതാണ്. അവളെ സേവ് ചെയ്ത് ഇച്ചികോയും ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കണ്ടെത്തി അവിടുന്ന് തിരികെ പോകണം. ആ ഒരു ലക്ഷ്യമായി അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ചാടി ഓടും. അപ്പോഴായിരിക്കും ഏതോ ഒരു സോൾ റിപ്പർ അവരുടെ മുൻപിലേക്ക് വരിക. ആൾക്കാണെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഡൗട്ട് തോന്നും. നിങ്ങൾ രണ്ടുപേരും ആരാ? നിങ്ങൾ രണ്ടുപേരും ഏത് ഡിവിഷനിലെ സോൾ റിപ്പേഴ്സ് ആണ്? നിങ്ങളുടെ കയ്യിലെ സ്ക്വാഡ് അഥവാ സമ്പത്തു അതെവിടെ? ഒർഹിബയ്ക്കും കണ്ണാടിപ്പയ്യനുമാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടിയില്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയി ഫേസ് ടു ഫേസ് നോക്കും. അതേസമയം ഒരു വലിയ ബറ്റാലിയൻ സോൾ റിപ്പേഴ്സ് തന്നെ അവരുടെ അടുത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ചോദ്യം ചെയ്ത ആ സോൾ റിപ്പറിന്റെ തലയ്ക്ക് ഒരു കമ്പെടുത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവനങ്ങനെ തലചുറ്റി വീഴുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ വീണ്ടും ഭയങ്കര അത്ഭുതം. അവരങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുമ്പോൾ ആ സോൾ റിപ്പേഴ്സ് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, എത്രയും വേഗം റുക്കിയുടെ അടുത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോ ഒർഹിബയെയും കണ്ണാടിപ്പയ്യനെയും അവരെ രണ്ടുപേരെയും വിളിച്ച് മുൻപോട്ടേക്ക് ഓടും. അവർ അല്പദൂരം മുൻപോട്ടേക്ക് ഓടേണ്ട താമസം അവർക്കിടയിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുകയാണ്. ആ ഒരു പൊട്ടിത്തെറിയിൽ ഒരുപാട് സോൾ റിപ്പേഴ്സിന് അവരുടെ ജീവൻ അത് നഷ്ടപ്പെടും. അവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാതെ നമ്മുടെ ഒർഹിബയും കണ്ണാടിപ്പയ്യനും അവർ രണ്ടുപേരും ടെൻഷനായിട്ട് ചുറ്റും നോക്കും. അപ്പൊ അവർ കാണും സാക്ഷാൽ മയൂരി. അവൻ അത്രയും സമയം നമ്മുടെ ആൾക്കാരുടെ ലൊക്കേഷൻ അതങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ വരുന്ന പാതയിൽ മറഞ്ഞു നിൽക്കുമായിരുന്നു. അവർ ചില സോൾ റിപ്പേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി മയൂരി അതിൽ കുറച്ചു പേരെ തകർത്തില്ലാതാക്കിയിരിക്കുകയാണ്. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ആ മയൂരിയുടെ പവർ അത് സെൻസ് ചെയ്യും. അവനത് സെൻസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും മയൂരി അവൻ സാധാരണ ഒരു സോൾ റിപ്പർ അല്ല, അവന് നല്ല സ്പിരിച്വൽ പവർ ഉണ്ട്. തീർച്ചയായിട്ടും ഇവൻ ഈ സോൾ റിപ്പേഴ്സിന്റെ ഏതെങ്കിലും ഒരു സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ തന്നെയായിരിക്കും ചിന്തിച്ച് അവൻ അങ്ങനെ നിൽക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഒർഹിബയെ കാണിക്കും. ഒർഹിബയാണെങ്കിൽ ഒരു പ്രത്യേകതര ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് 3 സോൾ റിപ്പേഴ്സിന്റെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. അതിലൊരാൾക്കാണെങ്കിൽ അനക്കമില്ല. അവളാണെങ്കിൽ അവന്റെ ഹാർട്ടിലൊക്കെ അമർത്തി അവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആക്ച്വലി മയൂരി അവൻ സോൾ റിപ്പേഴ്സിന് ഉപയോഗിക്കുന്നത് വെറും ചാവേറുകളായിട്ടാണ്. അവരുപയോഗിച്ച് അവൻ വലിയ വലിയ എക്സ്പ്ലോഷറുകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിലൊരാളുടെ ജീവൻ മാത്രം അവൾക്ക് രക്ഷിക്കാനാവില്ല. അവൻ പെടഞ്ഞു മരിക്കുന്നത് കണ്ട് അവൾ കരയാനായിട്ട് തുടങ്ങും. അത് കണ്ട് കലിയിളകിയ നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവനാണെങ്കിൽ ആ മയൂരിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, യു ആർ അൺബിലീവബിൾ, ഇവർ ആക്ച്വലി നിങ്ങളുടെ സ്ക്വാഡിലെ മെമ്പേഴ്സ് അല്ലേ? നിങ്ങളുടെ മെമ്പേഴ്സിനെ തന്നെ നിങ്ങളെ കൊണ്ട് എങ്ങനെ കൊല്ലാനായിട്ട് കഴിയുന്നു? പക്ഷെ മയൂരിക്കാണെങ്കിൽ അതിൽ യാതൊരു ഫീലിങ്സും ഇല്ല. അവനങ്ങനെ പൊട്ടിച്ചിരിച്ച്, നിനക്കും എൻ്റെ റിസൾട്ട് സബ്ജക്റ്റ് ആവാൻ താല്പര്യമുണ്ടോ? ഇവരെല്ലാവരും എൻ്റെ വെറും ടൂൾസ് മാത്രമാണ്, ഇവരുപയോഗിച്ചാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ നിർത്താതെ ചിരിക്കും. കണ്ണാടിപ്പയ്യൻ അത് കേട്ട് ഇപ്പോൾ ഒർഹിബയോട് നിലവിളിച്ച് പറയും, നീ എത്രയും വേഗം അവരുമായിട്ട് രക്ഷപ്പെട്ടു പോകും, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് ആരോയൊക്കെ എടുത്ത് ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. മയൂരിയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കണ്ണാടിപ്പയ്യനെ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും. അവന് മനസ്സിലാവും മയൂരി കണ്ണാടിപ്പയ്യൻ അവനൊരു സോൾ റിപ്പറോ സാധാരണ ഹ്യൂമണോ അല്ല, അവൻ ഒരു ക്വൻസിയാണ്. അവനാണെങ്കിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് പറയും, ഓ നോ, നീ ഒരു ക്വൻസി ആയിരുന്നു. ആക്ച്വലി ക്വൻസിയുടെ ബോഡിയിൽ റിസർച്ചുകൾ നടത്താൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഓൾറെഡി ഞാൻ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതാണ്. അവനങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അതേ സമയം തന്നെ മയൂരി അവനവന്റെ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് കണ്ണാടിപ്പയ്യനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മയൂരിയുടെ ആ റോബോട്ടിക് കൈ അത് നമ്മുടെ കണ്ണാടിപ്പയ്യന്റെ തൊട്ടടുത്തെത്തേണ്ട താമസം അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അതിനെ ആഞ്ഞടിച്ച് തകർക്കുകയാണ്. മയൂരി ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി ഇപ്പൊ അവന്റെ കയ്യിലേക്ക് നോക്കും. അതിനുശേഷം കൂളായി ഒരു ഇഞ്ചക്ഷൻ അവനവന്റെ കയ്യിൽ അങ്ങനെ ഇഞ്ചക്ട് ചെയ്യാണ്. അവനത് ഇഞ്ചക്ട് ചെയ്യുന്തോറും അവന്റെ തകർന്നു പോയ കൈ അതങ്ങനെ പതിയെ പതിയെ നോർമലായിട്ട് വരാനായി തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ഒർഹിബയാണെങ്കിൽ
ആ ഒരു സോൾ റീപ്പറിനോട് ദേഷ്യപ്പെടുകയാണ്. എന്നെ വിട്, എനിക്ക് കണ്ണാടിപ്പയ്യന്റെ അടുത്തേക്ക് പോകണം. എത്രയും വേഗം അവന്റെ അടുത്തേക്ക് പോയി എനിക്ക് അവനെ സേവ് ചെയ്യണം. അവനെ കൊണ്ട് ഒരിക്കലും ആ സോൾ റീപ്പർ ക്യാപ്റ്റനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയില്ല. എനിക്ക് പോയേ പറ്റൂന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ നിർത്താതെ ബഹളം വെക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ അവളെ വിടാതെ മുൻപോട്ടേക്ക് പിടിച്ചു വലിക്കും. അതിനവള് കയ്യില് ആഞ്ഞ് കടിക്കുകയാണ്. ഉടനെ കൺട്രോൾ പോയ അവൻ ഒരു പ്രത്യേക തരം മെഡിസിൻ അത് അവളുടെ ബോഡിയിൽ കുത്തിവെച്ച് ഒറിഹിബയെ അങ്ങനെ മയക്കുകയാണ്. ഐ എം സോറി, എന്റെ മുൻപിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ഒറിഹിബയായിട്ട് ഓടും. അതേസമയം ഇവിടെയാണെങ്കിൽ ആ മയൂരി അവന്റെ ഒരു പ്രത്യേക തരം വെപ്പൻ അത് പുറത്തേക്ക് എടുക്കും. അതിൽ നിന്നാണെങ്കിൽ ഒരുപാട് പോയിസൺ ഗ്യാസ് അങ്ങനെ പുറത്തേക്ക് റിലീസ് ആവുകയാണ്. അത് കണ്ട് ടെൻഷനായ കണ്ണാടി പയ്യൻ അവന്റെ ആരോ അതങ്ങനെ മയൂരിയെ ലക്ഷ്യമാക്കി ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കും. പക്ഷെ എന്താ, അടുത്ത നിമിഷം മയൂരിയുടെ അസിസ്റ്റന്റ് ഒരു പെണ്ണ് അവള് ചാടി വന്ന് കണ്ണാടി പയ്യനെ ആഞ്ഞടിച്ച് അവനെ മറ്റൊരു ഡയറക്ഷനിലേക്ക് തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കണ്ട മയൂരി ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ അസിസ്റ്റന്റിനെയും നമ്മുടെ കണ്ണാടിപ്പയനെയും അവരെ രണ്ടുപേരെയും അവന്റെ വെപ്പൻ ഉപയോഗിച്ച് ആഞ്ഞു വെട്ടും. ആ ഒരു അറ്റാക്കിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റുക അവന്റെ അസിസ്റ്റന്റ് ലേഡിക്കാണ്. അവൾ ചോര തുളുമ്പി ഒച്ചത്തിൽ നിലവിളിക്കും. കണ്ണാടിപ്പയനാണെങ്കിൽ അതൊരു വലിയ ഷോക്കാവും. കാരണം അവന്റെ ടീമിലുള്ളവരെ തന്നെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ വെട്ടിയെറിയാണ്. എന്റെ ലക്ഷ്യത്തിനു വേണ്ടി അവൻ ആരെ വേണമെങ്കിലും വളരെ ബ്രൂട്ടലായിട്ട് തല്ലിക്കൊല്ലും. മയൂരി ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആ അസിസ്റ്റന്റ് പെണ്ണിന്റെ അടുത്തേക്ക് വരും. നീ ശരിക്കും ഒരു യൂസ്ലെസ് ആണ്, ഞാൻ പറഞ്ഞ കാര്യമൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവളെ അങ്ങനെ ചവിട്ടിക്കൂട്ടും. വേദന കൊണ്ട് അവൾ വീണ്ടും വീണ്ടും ഉറക്കെ കരയും. കണ്ണാടിപ്പയനാണെങ്കിൽ അത് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റൂ. അവന്റെ ബോഡിയിലും ഇപ്പൊ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. മയൂരി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവൾ അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. നീ ഒരു യൂസ്ലെസ് ആണ്, നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ടേൺ ചെയ്ത് കണ്ണാടിപ്പയന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം മയൂരിയുടെ വെപ്പൻ അത് കണ്ണാടിപ്പയന് കാണിച്ചു കൊടുക്കും. എന്റെ ഈ വെപ്പൻ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഇതുപയോഗിച്ച് ഒരാളെ അറ്റാക്ക് ചെയ്ത ഇതിന്റെ പവർ കൊണ്ട് അവരുടെ ഇന്റേണൽ ഓർഗൻസ് വരെ ഡാമേജ് ആവും. കണ്ണാടിപ്പയനാണെങ്കിൽ അവന്റെ കൈയിലേക്ക് നോക്കും. മയൂരി അവന്റെ വെപ്പൻ വെച്ച് അറ്റാക്ക് ചെയ്തതിൽ അവന്റെ കൈക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കൈയുടെ പ്രവർത്തനം അത് പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. മയൂരി വീണ്ടും അവന്റെ അസിസ്റ്റന്റിനെ അവളെ അങ്ങനെ ഉയർത്തി നിർത്തും. നീ എൻ്റെ ഒരു റിസർച്ച് ഫെയിലിയർ ആണ്, നിന്നെ ഞാൻ കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പക്ഷെ നിന്നെ കൊണ്ടും എനിക്ക് യാതൊരു ഉപകാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് അവൾ അച്ചറം പൊച്ചറം തല്ലും. കണ്ണാടിപ്പയനാണെങ്കിൽ അത് കണ്ട് അവനോട് ദേഷ്യപ്പെടുകയാണ്. അതിനാ മയൂരി പറയും, ഇവൾ എന്റെ വെറും ഒരു എക്സ്പെരിമെന്റ് മാത്രമാണ്, ഇവൾ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അധികാരം അതെനിക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ കണ്ണാടിപ്പയന്റെ അടുത്തേക്ക് വന്ന് അവൻ അടിമുടി ഒന്ന് നോക്കുകയാണ്. ആക്ച്വലി നിന്നെ പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അവനത് പറയുന്നത് കേൾക്കുന്തോറും ഇവിടെ കണ്ണാടിപ്പയന്റെ ദേഷ്യം അത് കൂടി വരികയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കണ്ണാടിപ്പയന്റെ ഗ്രാൻഡ്പ ആള് മരിച്ചതിന് ശേഷം മയൂരിയും ടീമും അവന്റെ ഗ്രാൻഡ്പയുടെ ഡെഡ് ബോഡി എടുത്ത് അതിൽ ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തി. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അവനാണെങ്കിൽ ഫുൾ കലിപ്പില് അവന്റെ പവർ റിലീസ് ചെയ്യും. അത് കണ്ട് മയൂരി അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.